ഹലോ, അപ്പം നമ്മൾ ഇന്നൊരു ബർത്ത്ഡേക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കണേ. അപ്പോൾ ഇതൊരു മുകൾ ഭാഗം ഫിഷ് കട്ട് രീതിയിലും താഴെ ഒരു ലെയറിൽ നെറ്റ് നേടി വരുന്ന രീതിയിലുള്ളൊരു മോഡൽ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കുന്ന ആ ഒരു മോഡൽ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് തട്ടായിട്ടാണല്ലോ, അപ്പോൾ അതിന് രണ്ട് താഴെ ഭാഗം കുറച്ച് വീതി കുറച്ചിട്ടും മുകളിൽ കുറച്ച് വീതിയിലുമാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു 7 ഇയേഴ്സിലുള്ളൊരു കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ചെയ്തതാണ്. ഫുൾ നെറ്റിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ലൈനിങ് ആയിട്ട് നമ്മൾ സാറ്റൻ ഫാബ്രിക്കും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത് വന്നിട്ട് 27ആണ്. അപ്പോൾ മുകൾ ഭാഗം നമ്മൾ 17 ഇഞ്ചിൽ വയ്ക്കുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം താഴെ അഞ്ഞൂറി വരുന്നത് 10 ഇഞ്ചിലുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്കേർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള ബെൽറ്റും കൂടെ വേണം. അപ്പോൾ അതും കൂടി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബെൽറ്റ് കട്ട് ചെയ്തേക്കണേ സ്കേർട്ടിൻ്റെ റൗണ്ട് പ്ലസ് തയ്യൽ തുമ്പ് ആ ഒരു നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 2 ഇഞ്ച് വീതിയിലാണ് വേണ്ടത്. അപ്പം ടോട്ടൽ 5 ഇഞ്ച് വീതിയിലും സ്കേർട്ടിൻ്റെ വണ്ണം അത്ര നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ വണ്ണമാണ്. അപ്പോൾ ആ വണ്ണത്തിനനുസരിച്ചുള്ള ബെൽറ്റിന് നീളം എടുക്കണം. അപ്പം അങ്ങനെ നമ്മൾ ബെൽറ്റും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബെൽറ്റ് അതിപ്പോൾ 2 പീസായിട്ടുള്ളത്, അപ്പോൾ ഒന്ന് കൂട്ടിയടിച്ച് ജോയിൻ ചെയ്തെടുക്കാം. നല്ല വശവും ജോയിൻ ചെയ്തിട്ട് ഒന്ന് പതിച്ചടിക്കും കൂടി ചെയ്യുന്നുണ്ട്. നമുക്ക് ബെൽറ്റിനുള്ള പീസ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ലൈനിങ് പീസാണ് നമ്മൾ സാറ്റൻ തുണി. അപ്പോൾ അതിൻ്റെ അടിഭാഗം ഒന്ന് ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. അടിഭാഗം മടക്കി അടിച്ച ശേഷം നമ്മളതിന് സാറ്റൻ തുണിക്ക് കുറച്ച് ചെറിയ ഞൂരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലൈനിങ് തുണിക്ക് ഞൂരിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ ഞൂരി ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ ആ 10 ഇഞ്ചിൽ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയില്ലേ താഴെ ഭാഗത്ത് വരുന്ന സ്കേർട്ടിൻ്റെ, അതിനെ നമ്മളിങ്ങനെ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് ഫുൾ കുഞ്ഞു ഞൊറി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നോർമൽ മെഷീനിൽ ഇങ്ങനെ ഞൊറി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും ഈ ഞൊറിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഫുൾ ഞൊറി ഇട്ടെടുക്കാം. അങ്ങനെ അത് ഞൊറിയൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ ഫാബ്രിക്, അതായത് ഫിഷ് കട്ടിൻ്റെ രീതിയിലേക്ക് മുകൾ ഭാഗം വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് കുറച്ച് ലെയറായിട്ട് നമ്മൾ ഒരുമിച്ച് നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ലെയറായിട്ടാണ് ഉള്ളത്. അതിലൊന്ന് കൂട്ടിയടിച്ചെടുത്തു. ഇനി ഓരോ ലെയറായിട്ട് നമ്മൾ ഞൊറി ഇട്ട് പോയില്ലേ, ആ ഒരു 10 ഇഞ്ച് ആ ഒരു നെറ്റിനെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിലേക്ക് ജോയിൻ ചെയ്തടിക്കുകയാണ് ഇനി അടുത്ത പരിപാടി. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ആ ഒറ്റ ലെയറിൽ ഞൊറിയിട്ട് പോയതിനെ ഒരു 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മെയിൻ ഫാബ്രിക് ഇതുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ പറയുമ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷേ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ ആ ഒരു അളവനുസരിച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാം. കാരണം ഇപ്പം ഞൊറിയിട്ട ആ ഒരു ഭാഗം നമ്മൾ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് വെക്കുന്നത്. നല്ല വശത്ത് കൂടി വേണം ഇത് സ്റ്റിച്ച് ചെയ്ത് പോകാൻ. ഞാൻ സ്റ്റിച്ച് ചെയ്ത വീഡിയോ കട്ടായി പോട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചീത്ത ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണം. അതിന് വേണ്ടിയിട്ട് ഫിഷ് കട്ടാണല്ലോ, അവിടെ നിന്ന് നല്ല ടൈറ്റിൽ നിൽക്കണം. അപ്പം 2 സൈഡും കൃത്യമായി മാർക്ക് ചെയ്തതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടി. അപ്പം നമുക്കിനി ഈ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്യാം.
രണ്ട് സൈഡും നമുക്ക് ഈ ഒരു രീതിയിൽ മാർക്കിങ്ങിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി നമുക്ക് ലൈനിങ് കൂടി ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അതിന് മുമ്പ് ലൈനിങ്ങും സ്കേർട്ടിൻ്റെ വണ്ണത്തിലൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ ലൈനിങ് തുണി റൗണ്ടിൽ അടിച്ചെടുത്തല്ലോ സ്കേർട്ടിൻ്റെ റൗണ്ടിൽ തന്നെ. അപ്പോൾ അതിനെ ഈ സ്കേർട്ടിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതാ രണ്ടും കൂടി ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്യണം. ബെൽറ്റ് പിടിപ്പിക്കുന്നതിന് മുന്നേ നമുക്ക് സ്കേർട്ടിൻ്റെ വണ്ണം ഒന്നും കൂടി കറക്റ്റ് ആണോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ഇതാ ബെൽറ്റും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബെൽറ്റ് നമുക്കിങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഭാഗത്തേക്കാണ് മടക്കി അടിക്കുന്നത്. ഇനി നമുക്ക് എലാസ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എലാസ്റ്റിക്കൊക്കെ കിടത്തി വിടാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം അടിച്ചു നിർത്താൻ വേണ്ടി. നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ കൂടെ നമുക്ക് എലാസ്റ്റിക് കടത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ സ്കേർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? പക്ഷേ ഇതിൻ്റെ ടോപ്പിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടിങ് വീഡിയോ ഫുള്ളായിട്ട് മിസ്സായി. സ്റ്റിച്ചിങ് വീഡിയോൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഉള്ളത്. സോ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മോഡൽ ടോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ടോപ്പിൻ്റെ വീഡിയോ മാത്രമായിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് അമ്മോൾ ഇട്ടിട്ടുള്ള ലുക്ക് ചെറിയൊരു ഫോട്ടോയും കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതും കൂടി കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു ഗൈസ്.